കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ഇപ്രകാരം കൂടി വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. അവിടുന്ന് നമ്മെ കഴിഞ്ഞ നാളുകളിലെല്ലാം നടത്തിയതായി ദൈവം തുടർന്നും കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തേണ്ടതിനായിട്ട് കരങ്ങളിൽ സമർപ്പിക്കാം. നാം യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ചിന്തിച്ച് പഠിച്ചും വരുന്നത്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുൻപായിട്ട് എന്തൊക്കെ നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കർത്താവ് ഒലിവുമല പ്രഭാഷണത്തിൽ പറഞ്ഞതായിട്ടുള്ള വചനങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവിന്റെ ശിഷ്യന്മാര് വന്ന് കർത്താവിനോട് യെരൂശലേമിന്റെ ആ ഭംഗിയും അതുപോലെ ആലയം പണിതിരിക്കുന്നതൊക്കെ കാണിച്ചിട്ട് എത്ര വളരെ നല്ല പണി എന്നൊക്കെ പറയുമ്പോൾ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിന് ലോകാവസാനത്തിന് അടയാളം എന്തെന്നും പറഞ്ഞു തരണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ഈ ഒലിമല പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് ഹർമഗദ്ദോൻ യുദ്ധത്തെ കുറിച്ചായിരുന്നു. ഹർമഗദ്ദോൻ യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്നതായിട്ടുള്ള ഹർമഗദ്ദോൻ എന്ന് പേരുള്ള ഒരു സ്ഥലത്ത് അവരെ കൂട്ടിച്ചേർത്തു എന്നാണ് വെളിപ്പാട് 16:16 നമ്മൾ കാണുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സ്ഥലം ഈ ലോകത്തില് ഒരിടത്തും അങ്ങനെയുള്ള ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഹർമഗിദ്ദോൻ എന്ന് പറയുമ്പോൾ മെഗിദ്ദോ പർവ്വതം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ മെഗിദ്ദോ പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമില്ല. പിന്നെ മെഗിദ്ദോ പർവ്വതം എന്ന് പറയുന്നതിൽ നിന്നും ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ദൈവം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പ്രതീകാത്മക ഭാഷയിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഈ ഹർമഗദ്ദോൻ എന്നുള്ളതും പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് നാം കണ്ടു. പഴയ നിയമകാലത്ത്, അതായത് ന്യായാധിപന്മാരുടെ കാലത്ത് ഒരു യുദ്ധം നടന്നതായിട്ട് മെഗിദ്ദോ എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊരു താഴ്വരയാണ്. മെഗിദ്ദോ വെള്ളം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 5:19 കാണുന്നുണ്ട്. അപ്പോൾ മെഗിദ്ദോ അരികെ പൊരുതു എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ കനാന്യ രാജാവായ യാബീന്റെ സൈന്യം വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്ന ഒരു കാര്യം, ബാരാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണ്. ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോൾ അവിടെ ദൈവത്തിന്റെ ജനം വളരെ കുറവായിരുന്നു, അവർക്ക് ആയുധങ്ങളും വളരെ പരിമിതമായിരുന്നു. പക്ഷെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു, അവർക്ക് വലിയ വിജയം നേടുവാനിടയായി തീർന്നു. അനേക ഇരുമ്പ് രഥങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ സൈന്യം പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇതുപോലെ ഈ അവസാന കാലത്ത് ദൈവജനത്തിനെതിരെ പോരാടുന്ന ഈ ലോകത്തിലെ സകല രാജ്യങ്ങളുടെ ഗവൺമെന്റുകളും സാത്താന്റെ നേതൃത്വത്തിൽ, സാത്താന്റെ പ്രേരണയാൽ ദൈവജനമായ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ പോരാടുമെന്ന് നമ്മൾ കണ്ടു. ഈ പോരാട്ടത്തിൽ വിജയിക്കുന്നത് യേശുക്രിസ്തുവും തന്നോടുകൂടെയുള്ള ജനവുമാണ് എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള പോരാട്ടം, അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ ഒരു മനുഷ്യനായ അധർമ്മമൂർത്തി എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആളെ ആരാധിക്കണമെന്നുള്ള കൽപ്പന ഉണ്ടാകുമ്പോൾ അതിന് തയ്യാറാകാത്തതിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന അനുഭവമാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ദൈവജനം ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. അതിന് സഭാപീഡനം എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. ഈ സഭാപീഡനം നടക്കുന്ന ആ സമയത്ത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ഭരണാധികാരികൾ ദൈവജനത്തിനെതിരായിരിക്കും. അത് സാത്താന്റെ പ്രേരണയാൽ അവരെല്ലാവരും ദൈവമക്കളെ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും കൂട്ടുനിൽക്കുമെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോരാട്ടമാണ് ഈ ഹർമഗദ്ദോൻ എന്ന് പറയുന്ന യുദ്ധത്തിന്റെ ഒരു വശം. ഇനി മറ്റൊരു വശം നമ്മൾ കണ്ടത്, ഈ ഇസ്രായേൽ രാജ്യത്തുള്ളതായിട്ടുള്ള ആ യഹൂദന്മാർ, ആ രാജ്യത്തുള്ളതായ ക്രിസ്തീയ വിശ്വാസികളായ യഹൂദന്മാരെ അവിശ്വാസികളായ യഹൂദന്മാർ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും. പിന്നെ അവശേഷിക്കുന്ന യെരൂശലേമിലുള്ള കുറച്ച് ക്രിസ്തീയ വിശ്വാസികളാണ്. യേശുവിന്റെ ശിഷ്യന്മാര് കുറച്ചു പേര് യെരൂശലേമിൽ അവശേഷിക്കും. അപ്പൊ യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും വശീകരിച്ച് പിശാച് ഒരു പ്രേരണ കൊടുത്ത് അവരെ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് വഞ്ചിച്ച്
യെരൂശലേമിനെതിരെ യുദ്ധത്തിനായിട്ട് കൂട്ടിവരുത്തുമെന്നാണ് നമ്മൾ കണ്ടത്. അങ്ങനെ യെരൂശലേമിന് എതിരെ നടക്കുന്ന സൈനിക ആക്രമണവും ഈ ഹർമഗദ്ദോൻ യുദ്ധം എന്ന് പറയുന്ന അതിന്റെ മറ്റൊരു വശമാണ്. അപ്പോൾ ഇങ്ങനെ ഹർമഗദ്ദോൻ യുദ്ധം എന്ന് പറയുന്നത് പൈശാചിക ശക്തികൾ ദൈവജനത്തിനെതിരെ നടത്തുന്ന പോരാട്ടവും സൈനിക ആക്രമണവുമാണ് എന്ന് നമ്മൾ കണ്ടു. അതൊരു പ്രത്യേക സ്ഥലത്ത് നടക്കുന്നതല്ല. യെരൂശലേമിനെതിരെ നടക്കുന്നത് അത് ഒരു പ്രത്യേക സ്ഥലത്തുള്ള അതിനെ കേന്ദ്രീകരിച്ചുള്ളതായ യുദ്ധമാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ക്രിസ്തുവും തന്നോടുകൂടെയുള്ളതായ ജനവും അപ്പോൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇവര് യേശു ക്രിസ്തുവിനോടല്ല യുദ്ധം ചെയ്യുന്നതെങ്കിലും ദൈവമക്കളോടുള്ള പോരാട്ടം ക്രിസ്തുവിനോടുള്ള പോരാട്ടമായിട്ടാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ വെളിപ്പാട് 17:14 കാണുകയുണ്ടായി. അപ്പൊ അധർമ്മമൂർത്തിയുടെ നേതൃത്വത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ സൈന്യങ്ങൾ യെരൂശലേമിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ദൈവം അവിടെ അവശേഷിച്ചിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെ രക്ഷിക്കുവാൻ വേണ്ടി ഒലിവുമല രണ്ടായിട്ട് പിളർത്തും എന്ന് നമ്മൾ കണ്ടു. ഒലിവുമല രണ്ടായിട്ട് പിളർന്നിട്ട് ഒരു താഴ്വര ഉളവായി വരികയും അവിടെയുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഓടിപ്പോയി രക്ഷപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ സഖരിയ 14:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. മത്തായി 24:15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ഈ ഓടിപ്പോക്കിനെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഈ ഒലിവുമല രണ്ടായിട്ട് പിളരുന്നത് ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ദൈവം തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ കണ്ടതായ കാര്യം യഹോവ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതുമെന്നാണ് സഖരിയ 14:3 നമ്മൾ വായിച്ചത്. ഇത് ഇസ്രായേലിനെതിരെ നടന്ന ആദ്യത്തെ യുദ്ധത്തിൽ ദൈവം തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തതിനെ സൂചിപ്പിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഈ പുറപ്പാട് 14-ാം അധ്യായത്തിൽ അവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന ഇസ്രായേൽ മക്കൾക്കെതിരെ ഫറവോനും സൈന്യവും യുദ്ധത്തിനായിട്ട് വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഹോവ തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തു. എങ്ങനെയാണ്? യഹോവ മേഘങ്ങളിൽ ഇരുന്നു കൊണ്ട് മേഘസമ്പത്തിൽ ഇരുന്നു കൊണ്ട് മിസ്രയീം സൈന്യത്തെ നോക്കി അവരുടെ ഓട്ടം തെറ്റിച്ചു, രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ യഹോവയെ പ്രതിനിധീകരിക്കുന്ന ദൂതൻ അവിടെ നിന്നുകൊണ്ട് മിസ്രയീം സൈന്യത്തെ നോക്കി അവരെ പരാജയപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഇസ്രായേൽ മക്കളെ ചെങ്കടൽ രണ്ടായി പിളർത്തി അവരെ അക്കരെ എത്തിക്കുകയും ചെയ്തു. അപ്പൊ ഇതുപോലെ യുദ്ധ ദിവസത്തിൽ ദൈവം ആദ്യത്തെ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ നടന്ന ആദ്യ യുദ്ധത്തിൽ ദൈവം യുദ്ധം ചെയ്തതുപോലെ ഈ അവസാന യുദ്ധത്തിൽ ഒലിവുമല രണ്ടായിട്ട് പിളർത്തിയിട്ടാണ് ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുന്നത്. ചെങ്കടലിന്റെ നടുവിലൂടെ അവർ രക്ഷപ്പെട്ടതുപോലെ ഒലിവുമല രണ്ടായിട്ട് പിളർത്തി കഴിയുമ്പോൾ അവിടെയുള്ള യെരൂശലേമിലുള്ള ദൈവജനമെല്ലാം ക്രിസ്തീയ വിശ്വാസികൾ ആയ ദൈവജനമെല്ലാം ഓടിപ്പോയി രക്ഷപ്പെടുമെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ തുടർന്ന് പക്ഷേ ഈ സൈന്യങ്ങൾ യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യുവാൻ കൂടി വന്ന സൈന്യങ്ങൾ അവിടെയുള്ള അവിശ്വാസികളായ യഹൂദന്മാരെ എല്ലാം കൊന്നുകളയും. അവിടെ യെരൂശലേമിനെ ആക്രമിച്ച് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിച്ചു കളയുമെന്നുള്ളതാണ് നമ്മൾ അവിടെ തിരുവെഴുത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ ലൂക്കോസ് 20-ാം വാക്യത്തിൽ കാണുന്നത് സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവിൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ലൂക്കോസ് 19:41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ യെരൂശലേമിനെ ആക്രമിച്ച് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരുമെന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും യെരൂശലേമിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ സകലവും നശിപ്പിച്ചു കളയുന്നത് കർത്താവിന്റെ രണ്ടാം വരവിന് മുൻപായിട്ട് നടക്കുന്നതായിട്ടുള്ള ഈ ഹർമഗദ്ദോൻ യുദ്ധത്തിലാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ യെരൂശലേമിനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിച്ചു കളയും. അത് വലിയ ഒരു കഷ്ടത്തിന്റെ നാളുകളാണെന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായി 24:21-22 വാക്യങ്ങളിൽ ആ കാലത്തിലെ കഷ്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് വലിയ കഷ്ടമെന്നാണ്. അങ്ങനെ അതിനെ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ മഹോപദ്രവം എന്ന് ചിലർ പറയാറുണ്ട്. ഈ മഹോപദ്രവം ആർക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ആ പശ്ചാത്തലത്തിൽ നിന്ന് വേണം മനസ്സിലാക്കുവാൻ. തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞത് അവിശ്വാസികളായ യഹൂദന്മാർക്കെതിരെ നടക്കുന്നതായ ആക്രമണത്തെ കുറിച്ചാണ്. അവിടെ ദൈവജനം ഓടിപ്പോയി രക്ഷപ്പെടുകയാണ്.
അതുകൊണ്ട് അവർക്കെതിരെ അല്ല, ഇവിടെ ദൈവകോപം ഈ ജനത്തിന്റെ മേൽ ക്രോധമുണ്ടാകുമെന്നാണ് ലൂക്കോസ് 21:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അതായത് അവിശ്വാസികളായ യഹൂദന്മാരുടെ മേലാണ് ദൈവക്രോധം ഉണ്ടാകുന്നത്. അങ്ങനെ ആ കോപത്തിൽ അവിടെ ഒരു വലിയ യുദ്ധത്തിന്റെ ഫലമായിട്ട് വലിയ നാശമാണ്, ലോകാരംഭം മുതൽ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയ കഷ്ടമെന്നാണ് അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ കഷ്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് വിശ്വാസികൾക്കല്ല. മഹോപദ്രവം ദൈവജനത്തിനെതിരെയല്ല. മഹോപദ്രവം എന്ന് ആളുകൾ പറയുന്നത് വലിയ കഷ്ടമെന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ്. മത്തായി 24:21 അത് നമ്മൾ കാണുന്നുണ്ട്. അത് വലിയ ഒരു കഷ്ടമാണ്. പക്ഷെ അത് ആ കഷ്ടം ആർക്കാണ്? അത് ദൈവജനത്തിനല്ല. അവരെ ഉപദ്രവിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള യഹൂദന്മാർക്കെതിരെയുള്ള ദൈവകോപമാണ് അത് എന്ന് നമ്മൾ കണ്ടു. ഇത് AD 70 നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു മുൻപുണ്ടായിരുന്ന ഒരു നിഴലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ഒരു ഭാഗികമായിട്ട് ഈ വചനങ്ങൾ നിറവേറുകയുണ്ടായി. അന്ന് റോമൻ സൈന്യം യെരൂശലേമിനെ ആക്രമിച്ചു. വലിയ ഒരു നാശം അവിടെ യഹൂദന്മാർക്കുണ്ടായി. ലക്ഷക്കണക്കിന് യഹൂദന്മാര്, ഏതാണ്ട് 20 ലക്ഷത്തോളം യഹൂദന്മാര് കൊല്ലപ്പെട്ടു എന്നാണ് ജോസഫസ് എന്ന ചരിത്രകാരൻ എഴുതിയിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ നാളുകളിലും അവിടെയുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഓടിപ്പോയി പെല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അഭയം പ്രാപിച്ചു. കാരണം കർത്താവിന്റെ വചനം അവർ ഓർക്കുന്നുണ്ട്. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിവീൻ എന്നുള്ള വചനം വിശ്വസിച്ച ക്രിസ്തീയ വിശ്വാസികൾ ഓടിപ്പോയി രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ യെരൂശലേമിനെ സൈന്യങ്ങൾ വളഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇടവേള കിട്ടിയപ്പോൾ സൈന്യം പിന്മാറിയ സമയത്ത് ക്രിസ്തീയ വിശ്വാസികൾ ഓടിപ്പോവുകയും പുറത്തുള്ള അവിശ്വാസികളായ യഹൂദന്മാർ ആ നഗരത്തിനകത്ത് വന്ന് അഭയം പ്രാപിക്കുകയും ചെയ്തു. അവരെ വീണ്ടും സൈന്യം വന്ന് വളഞ്ഞ് വലിയ ഒരു ആക്രമണം നടത്തിയതായിട്ട് ജോസഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു നാശമാണ് കർത്താവിന്റെ രണ്ടാം വരവിന് മുമ്പായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് നടത്തുന്നതായിട്ടുള്ള യുദ്ധത്തിൽ വലിയൊരു കഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് ദൈവജനത്തിനല്ല, പിന്നെയോ അവർക്ക് ശത്രുക്കളായിട്ട് തീർന്ന ദൈവമക്കളെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്ത യഹൂദന്മാർക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ദൈവജനത്തിന് വലിയ കഷ്ടമുണ്ടാകുമെന്നും അത് മഹോപദ്രവം അവർക്കാണെന്നൊന്നും നമ്മൾ പറയരുത്. ദൈവജനത്തിന് തീർച്ചയായിട്ടും കഷ്ടമുണ്ടാകും. സഭാപീഡനത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ദൈവജനം ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. പക്ഷെ ഇവിടെ മഹോപദ്രവം അല്ലെങ്കിൽ വലിയ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്കുണ്ടാകുന്നതായിട്ടല്ല കർത്താവ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ മത്തായി 24:22 വായിക്കുന്നത്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ നാളുകൾ ഏതാ? കഷ്ടത്തിന്റെ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ആരും അവശേഷിക്കുകയില്ല, എല്ലാവരും കൊല്ലപ്പെടുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അത് കർത്താവ് പറഞ്ഞതാണ്. ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ യെരൂശലേമിൽ മാത്രമല്ല, ആ ആക്രമണം തുടർന്ന് ലോകവ്യാപകമായിട്ട് വ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ യുദ്ധത്തിന്റെ നാളുകൾ നീണ്ടു നിന്നാല് ഭൂമിയിൽ ഒരു മനുഷ്യനും കാണുകയില്ല. പക്ഷെ കർത്താവ് ഇവിടെ പറയുന്ന വ്രതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുക്കിയിരിക്കുന്നു എന്നാണ്. ആ നാളുകൾ അധികം നീണ്ടുപോകാതെ കർത്താവ് ചുരുക്കിയിരിക്കുന്നത് കൊണ്ട് എല്ലാ ആളുകളും കൊല്ലപ്പെടുന്ന സാഹചര്യമില്ല. ഇവിടെ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന, അവശേഷിക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് സോസോ SOZO എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് പ്രിസർവ്, റെസ്ക്യൂ എന്നുള്ള അർത്ഥമാണ് ആ വാക്കിനുള്ളത്. അതിന്റെ അർത്ഥം നമുക്കറിയാം. അത് എല്ലാവരും നശിച്ചു പോകുന്ന ഒരു അവസ്ഥ വരാതെ ദൈവം സൂക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ല എന്നുള്ള അർത്ഥമാണ്. രക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള മലയാളത്തിലെ തർജ്ജമ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയേക്കാം. പക്ഷെ ജഡത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. ഒരു ജഡം അവശേഷിക്കാതെ എല്ലാവരും കൊല്ലപ്പെടും, ആരും അവിടെ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന. എങ്ങനെ? ഈ നാളുകൾ നീണ്ടുപോയ. പക്ഷെ വൃതന്മാർ അവിടെ ഉണ്ട്. വൃതന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അവശേഷിക്കുന്ന ചില ദൈവമക്കളുണ്ട്. ഇവിടെ വൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇലക്റ്റഡ് പീപ്പിൾ ആണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ. നമ്മൾ 2 തെസ്സലോനിക്കർ 2:13 കാണുന്നത്,
നമ്മള് തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നാണ്. അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ആളുകളാണ് ക്രിസ്തീയ വിശ്വാസികൾ എന്ന് അവിടെ പറയുന്നു. അതുപോലെ അത് വ്രതന്മാരെന്ന് തന്നെയാണ് മലയാളത്തിൽ അവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അത് 2 തെസ്സലോനിക്കർ 2:13 അതുപോലെ കൊലോസ്യർ 3:12 കാണുന്നത് ദൈവത്തിന്റെ വിശുദ്ധന്മാരും വ്രതന്മാരുമായവർ എന്നാണ് ക്രിസ്തീയ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സഭയിലുള്ള ദൈവമക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വ്രതന്മാർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, വിശുദ്ധന്മാർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അനേക വാക്കുകൾ അവർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച ക്രിസ്തീയ വിശ്വാസികൾ, ആ ക്രിസ്തീയ വിശ്വാസികൾ നിമിത്തം ആ നാളുകളെ ദൈവം ചുരുക്കിയിരിക്കുന്നു. ഇവിടെ ലോകത്തിൽ അവിടെ ഇവിടെയായിട്ട് ദൈവമക്കൾ അവശേഷിക്കുന്നുണ്ട്, ക്രിസ്തീയ വിശ്വാസികൾ അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യെരൂശലേമിൽ നിന്ന് ഓടിപ്പോയ ക്രിസ്തീയ വിശ്വാസികളും എവിടെയോ ഉണ്ട്. അത് എവിടെയാണെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. രക്ഷപ്പെട്ട, യെരൂശലേമിൽ നിന്ന് ഓടിപ്പോയി രക്ഷപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളുണ്ട്. അവരും തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളാണ്. അങ്ങനെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്രതന്മാരുള്ളത് കൊണ്ട് അവർ നിമിത്തം, കാരണം ഈ നാളുകൾ നീണ്ടുപോയാൽ അവരും കൂടെ കൊല്ലപ്പെടും, ഒരു ജഡവും രക്ഷപ്പെടുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം ആ നാളുകളെ ചുരുക്കിയിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അത് അധിക നാള് നീണ്ടു നിൽക്കുകയില്ല, അല്ലെങ്കിൽ ഒരാൾ പോലും ഭൂമിയിൽ അവശേഷിക്കുകയില്ല. പിന്നെ നമ്മൾ ഇവിടെ യെരൂശലേമിനെതിരെ ആക്രമിക്കുവാൻ വന്ന ആളുകള് തുടർന്ന് ലോകരാജ്യങ്ങളുടെ സൈന്യങ്ങൾ അന്യോന്യം ആക്രമിക്കുമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സഖരിയാവ് 14-ാം അധ്യായത്തിൽ അതിന്റെ 13-ാം വാക്യം നോക്കുക. അവിടെ നമ്മൾ കാണും സഖരിയ 14:13. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും, ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. അപ്പൊ ഇവിടെ ഈ യെരൂശലേമിനെ ആക്രമിക്കാൻ ഐക്യതയോടുകൂടി ഒന്നിച്ചു വന്ന സൈന്യങ്ങളെല്ലാം പിന്നെ അവസാനം ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങി അന്യോന്യം ആക്രമിക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അവിടെ ഈ സൈന്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് യെരൂശലേമിനെതിരെ വന്നു അവരെ ആക്രമിക്കും, അവിടെയുള്ള യഹൂദന്മാരെ കൊന്നൊടുക്കും. പക്ഷെ തുടർന്ന് ആ രാജ്യങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ട് ആ സൈന്യങ്ങൾ തമ്മിൽ ആക്രമിക്കുമെന്നാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. പലപ്പോഴും ഇസ്രായേൽ ജനത്തിനെതിരെ പഴയ നിയമകാലങ്ങളിൽ യുദ്ധം ചെയ്യുവാൻ വന്ന ആ ജാതികൾ, പല ജാതികൾ ഒന്നിച്ചു ചേർന്ന് വരും. എന്നിട്ട് അവരവസാനം അന്യോന്യ യുദ്ധം ചെയ്ത് നശിച്ച സംഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. അവർ അന്യോന്യ യുദ്ധം ചെയ്തിട്ട് രക്തപ്പുഴ ഒഴുകിയതുപോലെ ഈ വലിയ ഒരു നാശമുണ്ടായതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു നാശം അവസാനത്തെ യുദ്ധത്തിൽ, ഹർമഗദ്ദോൻ യുദ്ധത്തിന്റെ ഒടുവിൽ യെരൂശലേമിനെ ആക്രമിച്ചിട്ട് പിന്നെ അവർ അന്യോന്യം ആക്രമിക്കും. അങ്ങനെ വലിയൊരു നാശം ഉണ്ടാകുമെന്നാണ് നമ്മൾ കാണുന്നത്. ഈ വലിയ നാശത്തിന്റെ ഫലമായിട്ട് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത് യെശയ്യാവ് 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഭൂമിയിൽ അനേക മനുഷ്യര് നശിച്ചു പോയ ഒരവസ്ഥയാണ് നമ്മൾ വായിക്കുന്നത്. യെശയ്യാവ് 24-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ശാപഗ്രസ്തരായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. കണ്ടോ?
അപ്പൊ ഭൂമി അശേഷം നിർജ്ജനമായി ശൂന്യമായും പോകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. ഭൂമി അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഭൂമി തന്നെ മലിനമായി പോയി. അതുകൊണ്ട് ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തതിന്റെ ഫലമായിട്ട് ഭൂവാസികൾ ദഹിച്ചുപോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്ന അവസ്ഥയായിട്ട് തീർന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അന്യോന്യ യുദ്ധം ചെയ്ത് ഭൂമിയിലുള്ള രാജ്യങ്ങളുടെ സൈന്യങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യരെ മിക്കവാറും നശിപ്പിച്ചു കളയും. ഭൂവാസികൾ ദഹിച്ചുപോയി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അണുബോംബുകൾ അനേകം ആ നാളുകളിൽ ഉപയോഗിക്കുമെന്ന് വേണം മനസ്സിലാക്കുവാൻ. മനുഷ്യർ അന്യോന്യം ആക്രമിക്കുവാൻ 100 കണക്കിന് അണുബോംബുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല രാജ്യങ്ങളും. അപ്പൊ ഈ അണുബോംബുകളിൽ ചിലതെങ്കിലും ആ നാളുകളിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഭൂവാസികൾ ദഹിച്ചുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്ന നിലയിൽ ഈ വലിയൊരു കഷ്ടത്തിന്റെ നാളുകളിൽ സംഭവിക്കും. പക്ഷേ അത് ചുരുക്കം നാളുകളേ ഉള്ളൂ. അത് ദീർഘിച്ചു പോയാൽ ഒരാൾ പോലും അവശേഷിക്കില്ലെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് അത് ദൈവം ചുരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹർമഗദ്ദോൻ യുദ്ധത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വലിയ കഷ്ടം ഈ ലോകത്തിലെ മനുഷ്യരെ മിക്കവാറും നശിപ്പിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യെശയ്യാവ് 24:13 കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ കാണുന്നത്, ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാ പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. ഒലിവ് തല്ലും പോലെയും മുന്തിരിപ്പഴം പറിച്ചു തീർന്നിട്ട് കാലാ പെറുക്കും പോലെയും ഭൂമിയുടെ മധ്യേ ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്നു. അപ്പോ അല്പം മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലോകത്തിലെ മനുഷ്യരെ സംബന്ധിച്ച് ആ നാളുകളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിലെ ചുരുക്കം ആളുകളെ അന്നുള്ളൂ. കാരണം ഇത് ഭൂവാസികളുടെ ആ പാപം മൂലം ദൈവം കൊടുത്തതായിട്ടുള്ള ശിക്ഷയാണ്. അന്യോന്യം ആക്രമിക്കുന്നത് ഒരു ദൈവശിക്ഷയാണ്. അതുപോലെ സൈന്യങ്ങളെ ദൈവജനത്തിനെതിരെ വന്നിട്ട് അവര് പരസ്പരം ആക്രമിക്കുന്നതും ദൈവം വരുത്തുന്നതാണ്. ഇതെല്ലാം ദൈവം നിയന്ത്രിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. പിശാചിനെ ദൈവം പലപ്പോഴും മനുഷ്യരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയും അതിന്റെ ഫലമായിട്ട് അന്യോന്യം കൊല്ലുകയും ചെയ്യുന്ന അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനി അവസാനവും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി തുടർന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, രണ്ടാം വരവ് എപ്പോഴാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്പോഴാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആദ്യമായിട്ട് നമുക്ക് കർത്താവിന്റെ രണ്ടാം വരവ് എപ്പോഴാണ് എന്നുള്ളത് ചിന്തിക്കാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നുന്നു ഞാൻ ഏതാണ്ട് ഡേറ്റ് പറയുവാൻ പോവുകയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ പലപ്പോഴും പല ഡേറ്റുകളും പറഞ്ഞിട്ട് മനുഷ്യർ അനേകര് വഞ്ചിച്ചിട്ടുണ്ട്. കർത്താവിന്റെ രണ്ടാം വരവിന്റെ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞ് അനേകര് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, അനേകരും വഞ്ചിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ ഡേറ്റുകളൊന്നും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിലും ദൈവവചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മള് മത്തായി 24:36 വായിക്കുന്നുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ നാളും നാഴികയെ സംബന്ധിച്ചോ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ്. അപ്പൊ അത് ആരും, ഒരു മനുഷ്യരും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യര് എങ്ങനെയാണ് അറിയുന്നത്? 2000 വർഷം തികയുമ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച അനേകരുണ്ട്. അങ്ങനെ വഞ്ചിക്കപ്പെട്ടവരും ധാരാളമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല നമുക്കറിയാം. ഇതുപോലെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല ഡേറ്റുകളും പലരും പറഞ്ഞിട്ടുണ്ട്, എല്ലാം തെറ്റിപ്പോയി. അപ്പൊ അത് പിതാവിന് മാത്രമേ അറിയാവൂ എന്ന് കർത്താവ് പറഞ്ഞ സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിഞ്ഞുകൂടാ. കർത്താവും അത് അറിയുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള കാര്യം അത് പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ആർക്കും അറിഞ്ഞുകൂടാ. മറ്റൊരു വചനം നമ്മൾ മത്തായി 24:43-44 വാക്യങ്ങളിൽ കാണുന്നത് ഇങ്ങനെയാണ്: കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ.
ഇവിടെ കർത്താവ് പറയുന്ന കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരുന്നു എന്നുള്ള ഒരു വചനമാണ് ഇവിടെ നമുക്ക് കാണുവാനിടയായി തീരുന്നത്. കള്ളൻ വരുന്ന യാമ ഇന്നതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടുടയവനെ ഉണർന്നിരിക്കുകയും വീട് തുറക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നത് പോലെ ഇവിടെ കർത്താവ് പറയുന്നു, നനയ്ക്കാത്ത അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് മനുഷ്യർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. മനുഷ്യർക്ക് അറിയാത്തതായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ട് വിഡ്ഢികളായിട്ട് തീർന്ന ധാരാളം പേര് ഉണ്ട്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കണം, മനുഷ്യർ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല വരുന്നത്. ഇവിടെ കള്ളനെ പോലെ എന്ന് പറയുമ്പോഴത്തേക്കും കള്ളൻ എപ്പോൾ വരുന്നു എന്ന് അറിയാത്തതുപോലെ ഇവിടെ കർത്താവ് പറയുന്ന അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ. അത് ഇംഗ്ലീഷിൽ കാണുന്നത് ദ സൺ ഓഫ് മാൻ ഈസ് കമ്മിങ് അറ്റ് ആൻ അവർ വെൻ യു ഡു നോട്ട് എക്സ്പെക്ട് ഹിം എന്നാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കർത്താവ് വരുന്നത് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ താൻ വരുന്നത് മനുഷ്യര് പ്രതീക്ഷിക്കാത്ത സമയത്താണെന്ന് പറഞ്ഞാൽ അതിന് വിപരീതമായിട്ട് പല ആളുകളും പലതും ചിന്തിക്കുന്നതൊക്കെ തെറ്റാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, കർത്താവ് ഇന്ന് വന്നേക്കാം, നാളെ വന്നേക്കാം, അടുത്ത ആഴ്ച വന്നേക്കാം, അടുത്ത മാസം വന്നേക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം വന്നേക്കാം, ഏത് സമയത്തും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അങ്ങനെയാണോ പറഞ്ഞത്? മനുഷ്യർ പ്രതീക്ഷിക്കുന്ന സമയത്ത് വരുമെന്നാണോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വരികയില്ല എന്നാണോ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് അനേകർക്കും ഇല്ല. മനുഷ്യപുത്രൻ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണെന്ന് പറഞ്ഞാൽ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറയുന്ന പ്രതീക്ഷിക്കുന്ന സമയത്ത് വരികയില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ ശരിയായിട്ട് ഗ്രഹിക്കാത്തതുകൊണ്ട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. മനുഷ്യര് പ്രതീക്ഷിക്കുന്ന സമയത്ത് വരികയില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നേക്കാം നാളെ വന്നേക്കാം എന്നൊന്നും പ്രതീക്ഷിക്കണ്ട. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കർത്താവ് വരികയില്ല, ഇല്ലേ ഇല്ല. നമ്മൾ മത്തായി 25:5 വാക്യത്തിൽ കാണുന്നത് മണവാളൻ വരുവാൻ താമസിക്കുമ്പോൾ എന്നൊരു വചനം നമ്മൾ കാണുന്നുണ്ട്. മണവാളൻ വരുവാൻ താമസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കന്യമാർ മയക്കം പിടിച്ച് ഉറങ്ങിയെന്ന ഒരു ഉപമ കർത്താവ് പറയുമ്പോൾ അവിടെ പറയുന്നതാണ് മണവാളൻ വരുവാൻ താമസിക്കുമ്പോൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സൂചന കിട്ടുന്നത് നമ്മൾ ഇന്ന് വന്നേക്കാം, നാളെ വന്നേക്കാം, അടുത്ത വർഷം വന്നേക്കാം എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്ത് വരികയില്ല. മനുഷ്യര് പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരുന്നതെന്ന് പറയുമ്പോൾ മണവാളൻ വരുവാൻ താമസിക്കും, തീർച്ചയായിട്ടും താമസിക്കും. മനുഷ്യര്, അതാണ് അതിന്റെ അർത്ഥം. മണവാളൻ വരുവാൻ താമസിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യര് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒന്നും വരികയില്ല, വളരെ താമസിച്ച് മാത്രമേ വരികയുള്ളൂ തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് മനുഷ്യരുടെ ഈ ധാരണകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ആരും ഒരു വരവിനെ കുറിച്ചൊരു ഡേറ്റ് കണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മളെ പ്രതീക്ഷിക്കുന്ന സമയത്ത് വരികയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഉണർന്ന് ഒരുങ്ങിയിരിപ്പിന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഏത് സമയത്തും ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം. നമ്മൾ ഒന്നുകിൽ കർത്താവിന്റെ വരവ് വരെ നമ്മൾ ജീവിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് മരിക്കും. എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണത്. എപ്പോഴും ഒരുങ്ങിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു ഒരുക്കത്തോടുകൂടി എപ്പോഴും ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. ഏത് സമയത്തും നമ്മളുടെ മരണമോ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ വരവ് സംഭവിച്ചേക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആയിരിക്കുകയില്ല, വളരെ താമസിച്ചേക്കാം. എങ്ങനെയായിരുന്നാലും ഈ അവസാനം വരെ ഒരുക്കം നിലനിൽക്കണം. 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറയുന്നത് അതിനുവേണ്ടിയാണ്. ചിലരുടെ ഒരുക്കം നിലനിന്നില്ല. അവര് വിളക്ക് തെളിച്ചപ്പോൾ കെട്ടുപോകുന്നതായിട്ട് കണ്ടു. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു സന്ദേശമാണ്. ഒരുക്കം അവസാനം വരെ നിലനിൽക്കുന്ന ഒരുക്കമായിരിക്കണം. അല്ലാതെ കുറച്ചു സമയം ഒരുങ്ങി പിന്നെ അത് ആ ഒരുക്കമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അവസാനം വരെ വളരെ താമസിച്ചാലും ഒരുക്കം നഷ്ടപ്പെട്ടു പോകരുത്. മണവാളം വരുവാൻ വളരെ താമസിച്ചാലും ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു വചനം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 3:21 നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ദൈവം ലോകാരംഭം മുതൽ, പ്രവൃത്തി 3:21, അപ്പോസ്തല പ്രവൃത്തി 3:21,
ദൈവം തന്റെ പ്രവാചകന്മാർ മുഖാന്തരം ലോകാരംഭം മുതൽ അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവം പഴയ കാലങ്ങളിൽ ലോകാരംഭം മുതൽ പല പ്രവാചകന്മാരിലൂടെ അനേക കാര്യങ്ങൾ അരുളി ചെയ്യുകയുണ്ടായി. നിങ്ങൾക്കൊരു പുനരുത്ഥാനമുണ്ട്, അതുപോലെ ലോകം അവസാനിക്കും, മരിച്ചവരെയെല്ലാം ന്യായം വിധിക്കും, പുതിയൊരു ഭൂമി ദൈവം സൃഷ്ടിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം അനേക പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാലാകാലങ്ങളിൽ അനേക ദൈവജനം വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ പ്രവൃത്തി 3:21 പറയുന്നത് ദൈവം ലോകാരംഭം മുതൽ അരുളി ചെയ്ത ആ വചനങ്ങൾ പ്രകാരം സകലവും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ ഹി മസ്റ്റ് റിമെയിൻ ഇൻ ഹെവൻ അൺടിൽ ദ ടൈം കംസ് ഫോർ ഗോഡ് ടു റെസ്റ്റോർ എവരിത്തിങ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. അപ്പോൾ സകലവും പുനഃസ്ഥാപിക്കുന്ന ഒരു സമയം ദൈവത്തിനുണ്ട്. ഈ ലോകം മുഴുവൻ നശിച്ചിട്ട് അതിനെ കൂടെ പുനഃസൃഷ്ടി നടത്തി സകലവും പുനഃസ്ഥാപിക്കുന്ന, നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ വീണ്ടെടുത്ത് അവർക്ക് നിത്യരക്ഷയും നിത്യ തേജസ്സും നൽകി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്, ആ തേജസ്സും നൽകി സകലവും പുനഃസ്ഥാപിക്കുന്ന ഒരു സമയം ദൈവത്തിനുണ്ട്. ആ സമയം വരെയും യേശുക്രിസ്തു സ്വർഗത്തിലാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ സമയമാകുമ്പോൾ മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ. അങ്ങനെ പുതിയ ഭൂമി വരെയുള്ള ദൈവത്തിന്റെ ആ വാഗ്ദാനങ്ങൾ, ആ പ്രവചനങ്ങളൊക്കെ നിറവേറുന്ന സമയമാകുമ്പോഴേ കർത്താവ് ഇറങ്ങി വരുള്ളൂ. അതിനൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വന്ന് രഹസ്യമായിട്ട് വരുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കരുത്. ഈ വചനം പറയുന്നത് അങ്ങനെയല്ല. ഇത് സകലവും പുനഃസ്ഥാപിക്കപ്പെടുന്ന കാലം വരുന്നത് വരെയും കർത്താവ് സ്വർഗത്തിലാ. ആ സമയം വരെയും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ഹി മസ്റ്റ് റിമെയിൻ ഇൻ ഹെവൻ, അവൻ സ്വർഗത്തിലായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവിന്റെ രണ്ടാം വരവ് എപ്പോൾ എന്നുള്ളതിന്റെ ആ ഉത്തരം ഈ വചനങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് പിതാവിന് മാത്രമേ അറിയാവുള്ളൂ എന്നുള്ളത് ഒരു കാര്യം, മനുഷ്യർ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല എന്നുള്ളത് മറ്റൊരു കാര്യം, അതുപോലെ മണവാളം വരുവാൻ താമസിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ കർത്താവിന്റെ വചനം നമ്മോട് പറയുന്നു. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം, കർത്താവിന്റെ രണ്ടാം വരവ് എപ്പോഴാണ് എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ സഭയുടെ പുനരുത്ഥാനം കർത്താവ് വരുമ്പോഴാണെന്ന് നമ്മൾ 1 തെസ്സലോനിക്കർ 4:16 കാണുന്നുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുമ്പോൾ സഭ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ സഭയുടെ പുനരുത്ഥാനം കർത്താവ് വരുമ്പോഴാണ്, അതിനൊരു സംശയം ആർക്കുമില്ല. പക്ഷെ ഈ പുനരുത്ഥാനം എപ്പോഴാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് വിശ്വസിച്ചിരിക്കണം. അതിന് വിപരീതമായിട്ട് വിശ്വസിക്കരുത്. യോഹന്നാൻ 6:39, 40, 44, 54 വാക്യങ്ങൾ, ഈ വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. യോഹന്നാൻ 6-ാം 39, 40, 44, 54 വാക്യങ്ങൾ. ഇവിടെ നമ്മുടെ കർത്താവ് പറയുന്നത്, പിതാവ് തനിക്ക് തന്നിട്ടുള്ളതിൽ ഒന്നും നശിച്ചു പോകാതെ എല്ലാം ഞാൻ അവസാന ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ അവരെ അവസാന ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കും. ഐ വിൽ റേസ് ഹിം അറ്റ് ദ ലാസ്റ്റ് ഡേ. അവസാന ദിവസം എന്ന് പറഞ്ഞാൽ അതിന് ഒരു മാറ്റവുമില്ല. ഈ ലോകത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കുന്നു അപ്പോൾ സൂര്യനെല്ലാം ഇരുണ്ടുപോകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂര്യൻ ഇരുണ്ടുപോകുന്ന ഒരു ദിവസമാണ് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട് നമ്മൾ മത്തായി 24 വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസം, മാസം, കാലങ്ങൾ എന്നിവയെല്ലാം തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്ന ഈ ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുമെന്നാണ് നമ്മള് സഖരിയ 14:5, 5-6 വാക്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മത്തായി 24-ാം 29 വാക്യത്തിലും സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അവസാന ദിവസം ഏതാണ് എന്നുള്ളത് നമ്മൾ ആരാഞ്ഞു നോക്കുമ്പോൾ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മതി. അവസാന ദിവസം എന്നാണ്? സൂര്യൻ ഇരുണ്ടു പോകുന്നതിന്റെ തൊട്ട് മുൻപുള്ള ദിവസമാണ് അവസാന ദിവസം.
ദിവസവും കാലവും മാസമെല്ലാം തീരുമാനിക്കുവാനുള്ള ആ ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുന്നതോടുകൂടി ദിവസങ്ങൾ തീർന്നു. പിന്നെ മനുഷ്യരുടെ 24 മണിക്കൂർ വീതമുള്ള ദിവസങ്ങളില്ല, പിന്നെ യഹോവയുടെ ദിവസമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവസാന ദിവസം സഭ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ ഈ ഭൂമി മുഴുവൻ നശിക്കുന്നതിന് മുൻപായിട്ട് ആദ്യമേ സൂര്യൻ ഇരുണ്ടുപോകുന്ന ആ ദിവസത്തിന് തൊട്ട് മുൻപുള്ള അവസാന ദിവസത്തിലാണ് നമ്മുടെ കർത്താവിന്റെ ഗംഭീരനാദം കേട്ട് സഭ ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിനു മുൻപേ അങ്ങ് ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സഭ അങ്ങ് ഉയർത്തതിന് ശേഷം രഹസ്യമായിട്ട് കർത്താവ് വരുമെന്നും സഭയെ ഉത്പ്രാവണം ചെയ്യിക്ക് ആകാശമേഘങ്ങളിൽ എടുക്കും, അതിനുശേഷം ഇവിടെ ഈ ഭൂമിയിൽ 7 വർഷത്തെ കഷ്ടമുണ്ട്, പിന്നെ 1000 വർഷത്തെ ഒരു വാഴ്ചയുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞ ഈ വചനത്തെ അവഗണിച്ചുകൊണ്ടാണ് ആ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അവരെ അവസാന ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ദിവസങ്ങളില്ല, കാലങ്ങളില്ല, മാസമില്ല, വർഷമില്ല, ഒരു ആണ്ടുമില്ല, ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അവസാന ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും ഇല്ല. പഴയ നിയമകാലത്തിലെ ദൈവജനത്തിന്റെ ആ വിശ്വാസവും അത് തന്നെയായിരുന്നു. നമ്മൾ ദാനിയേല് 12:13 വായിക്കുന്നുണ്ട്. ദാനിയേലിനോട് ദൈവം പറയുക, ദാനിയേലെ നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് നീ കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരുമെന്നാണ് ദാനിയേൽ 12:13 പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഓഹരി ലഭിപ്പാൻ ദാനിയേൽ എഴുന്നേറ്റ് വരുന്നതും നമ്മൾ എഴുന്നേറ്റ് വരുന്നതും എല്ലാം അവസാന ദിവസമാണെന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാണ്. നമ്മുടെ കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായിട്ട് വരുമ്പോൾ അവന് ഉയർത്തെഴുന്നേൽക്കുമെന്ന കർത്താവ് ഒരു വാക്ക് അവരോട് പറയുന്നുണ്ട്. സഹോദരിമാരോട് പറയുമ്പോൾ അവിടെ വാർത്ത പറയുന്നത്, അതേ കർത്താവെ അവൻ അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്റെ പ്രത്യാശ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവരെന്ത് വിശ്വസിച്ചിരുന്നു? അവസാന ദിവസമാണ് അവരുടെ പുനരുത്ഥാനം എന്നുള്ളത് യഹൂദന്മാരും വിശ്വസിച്ചിരുന്നു. അങ്ങനെ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരുണ്ട്. അവരെ ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പുനരുത്ഥാനം ഉണ്ടെന്നും അത് അവസാന ദിവസമാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് മാർത്ത അങ്ങനെ പറയുന്നത്, അതെ ലാസർ അവൻ അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതായിട്ട് യോഹന്നാൻ 11:24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുന്ന ആ ദിവസത്തിൽ കർത്താവിന്റെ ഗംഭീരനാദം കേട്ട് സഭ ഉയർത്തെഴുന്നേൽക്കുന്നത് അവസാന ദിവസമാണ്. തുടർന്ന് ആ സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴുകയും കർത്താവ് മഹാശക്തിയോടും അധികാരത്തോടും കൂടെ തേജസ്സോടുകൂടെ വരുന്നത് അവർ കാണുമെന്ന് മത്തായി 24:29-30 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഈ മത്തായി 24 പറയുന്നത്. അത് കർത്താവിന്റെ ഒരേ ഒരു രണ്ടാം വരവാണ്. ആ രണ്ടാം വരവിൽ അവസാന ദിവസം സഭ ഉയർക്കുകയും തുടർന്ന് സൂര്യൻ ഇരുണ്ടുപോവുകയും ആ സൂര്യൻ ഇരുണ്ടുപോകുമ്പോൾ തുടർന്ന് യഹോവയുടെ ദിവസമാണെന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. അത് നമുക്ക് പിന്നീടും ചിന്തിക്കാം. യോവേൽ പറയുന്ന യഹോവയുടെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുണ്ടുപോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ചെയ്യുമെന്ന് യോവേലും പറയുന്നുണ്ട്. യോവേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായുള്ള നാള്, കർത്താവിന്റെ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുണ്ടുപോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സൂര്യൻ ഇരുണ്ടുപോകുന്നതിനെ തുടർന്നാണ് യഹോവയുടെ ദിവസം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ ദിവസം, യഹോവയുടെ ദിവസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ യഹോവയുടെ ദിവസം തുടങ്ങുന്നത് തീർച്ചയായിട്ടും സൂര്യൻ ഇരുണ്ടുപോയതിനെ തുടർന്നാണ്. ആ ഇരുണ്ടുപോകുന്നതിന് തൊട്ട് മുൻപുള്ളതായിട്ടുള്ള ദിവസമാണ് അവസാന ദിവസം. ആ ദിവസമാണ് കർത്താവിന്റെ ഗംഭീരനാദം കേട്ട് സഭ ഉയർത്തെഴുന്നേൽക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കും. മലയാളത്തിലെ ബൈബിളിൽ കാണുന്ന ഒടുക്കത്തെ നാളെന്നാണ്. അത് അർത്ഥം അത് തന്നെയാണ്. അറ്റ് ദ ലാസ്റ്റ് ഡേ, അവസാന ദിവസമാണ് കർത്താവ് സഭയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് ചോദിച്ചാല് അത് അവസാന ദിവസത്തിൽ സൂര്യൻ അവസാന ദിവസത്തിൽ സഭ ഉയർത്തെഴുന്നേൽക്കുകയും തുടർന്ന് സൂര്യൻ ഇരുണ്ടു പോവുകയും ചെയ്തതിനെ തുടർന്നുള്ള കർത്താവിന്റെ ദിവസത്തിലാണ് കർത്താവ് വരുന്നത്. മനുഷ്യപുത്രന്റെ നാളെന്നും കർത്താവിന്റെ ദിവസമെന്നും ക്രിസ്തുവിന്റെ നാളെന്നും ഒക്കെ ഇതിനെക്കുറിച്ച് തിരുവെഴുത്തില് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്.
ചിലരുടെ വ്യാഖ്യാനം കേട്ടാൽ തോന്നും ക്രിസ്തു വേറെ, കർത്താവ് വേറെ, മനുഷ്യപുത്രൻ വേറെ എന്ന് തോന്നും. കാരണം ഈ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് സഭയെ ചേർക്കുവാൻ വരുന്ന രണ്ടാം വരവിന്റെ നാളല്ല, പിന്നെ അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണെന്നാണ് ചിലരുടെ വ്യാഖ്യാനം. അപ്പൊ കർത്താവിന്റെ ദിവസം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ നാളെന്ന് പറയുന്നത് ക്രിസ്തു സഭയെ ചേർക്കാൻ വരുന്ന നാളാണെന്നും ചിലര് സമ്മതിക്കും. പക്ഷെ കർത്താവിന്റെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറെ ദിവസമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. കർത്താവിന്റെ ദിവസം യഹോവയുടെ ദിവസമാണ്, അത് മനുഷ്യപുത്രന്റെ നാളാണ്, അത് ക്രിസ്തുവിന്റെ നാളാണ്, അത് കർത്താവിന്റെ രണ്ടാം വരവിന്റെ നാളാണ്. അതുകൊണ്ട് കർത്താവ് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അവസാന നാളിൽ യഹോവയുടെ ആ ദിവസത്തിലാണ്. അത് മനുഷ്യരുടെ 24 മണിക്കൂർ വീതമുള്ള ദിവസമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സൂര്യൻ ഇരുണ്ടു പോകുന്നതിന് മുൻപുള്ള അവസാന ദിവസം സഭ ഉയർത്തെഴുന്നേൽക്കും. സൂര്യൻ ഇരുണ്ടു പോയതിനെ തുടർന്ന് യഹോവയുടെ ദിവസമാണ്. അന്നാണ് ദൈവത്തിന്റെ മഹാശക്തിയോടും തേജസ്സോടും കൂടെ കർത്താവ് വരുന്നത്. തുടർന്ന് നമുക്ക് കർത്താവിന്റെ രണ്ടാം വരവ് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് ചില വചനങ്ങൾ കൂടെ പരിശോധിക്കാം. കർത്താവ് രണ്ടാമത് വരുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വചനം നൽകുന്നത് കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് വരുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് യോഹന്നാൻ 14:1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ തന്നോടുകൂടെ സഭയെ, ക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളെ തന്നോടുകൂടെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത് എന്നുള്ളത് ആ വചനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, എബ്രായർ 9:27-28, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തിനാണ് കർത്താവ് വരുന്നതെന്ന് ചോദിച്ചാൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ്, രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷയ്ക്കായിട്ട് എന്ന് നമുക്കതിനെ കുറിച്ച് പറയാം. കാരണം പാപമോചനം പ്രാപിച്ച് യേശുവിന്റെ സുവിശേഷം വിശ്വസിച്ച് സ്വീകരിച്ച മനുഷ്യരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ രക്ഷ പൂർണ്ണമാകുന്നത് കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ്. അവരുടെ ശരീരത്തിന്റെ രക്ഷ പൂർണ്ണമാകുന്ന, വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത് കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ്. അവരെ നിത്യമായ വാസസ്ഥലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ്. അതുകൊണ്ട് കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി എന്ന് പറയുന്നത് രക്ഷയുടെ പൂർണ്ണതയെക്കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കർത്താവ് എന്തിനാണ് വരുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇവിടെ കാണുന്നത് തന്റെ സഭയെ തന്നോടുകൂടെ ചേർക്കുവാൻ വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിന്റെ വരവ് സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. പിന്നെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വചനം, നമുക്ക് എപ്പോഴും മനഃപ്പാഠം അറിയാവുന്ന ഒരു വചനമാണ് 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നാണ് ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, കർത്താവ് ഗംഭീരനാദത്തോടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അവരും ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ കർത്താവ് സഭയെ ചേർക്കുവാൻ തന്നോടുകൂടി, ഇങ്ങനെ അവരെപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. ചിലർ അതിനെക്കുറിച്ച് പറയുന്നത് ഇറങ്ങി വരും എന്നുള്ള നിലയിൽ പഠിപ്പിക്കുന്നില്ല.
അത് സഭയുടെ ഉൽപ്രാപണമാണ്. സഭയെ തന്റെ അടുക്കിലേക്ക് ആകാശ മേഘങ്ങളിൽ അങ്ങോട്ട് എടുത്തുകൊള്ളുന്നതാണ്. ശരിയാ, എടുത്തുകൊള്ളുന്നതാണ്. പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരേ ഒരു വരവാണത്. ഈ ഇറങ്ങി വന്ന കർത്താവ് പിന്നെ തിരികെ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വീണ്ടും ഇറങ്ങി വരുമെന്ന് പറയുന്നുണ്ടോ? നമ്മള് വെളിപ്പാട് 19:11 സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു കുതിരമേല് ഒരുവൻ ഇരിക്കുന്നതും കണ്ടു എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നുണ്ട്. അങ്ങനെ സ്വർഗം തുറന്ന് അവിടെ പറയുന്നത് അവന്റെ പേര് ദൈവവചനം എന്ന് പേര് പറയുന്നു എന്നാണ്. അത് കർത്താവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കർത്താവ് സ്വർഗം തുറന്ന് ഇറങ്ങി വരുന്ന ആ സംഭവം അത് രണ്ടാമത് നടക്കുന്ന കാര്യമല്ല, ഒരേ ഒരു രണ്ടാം വരവാണ്. ഇവിടെ 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ രണ്ടാം വരവിനെ കുറിച്ചാണ് വെളിപ്പാട് 19:11 പറഞ്ഞിരിക്കുന്നത്. ഇത് കർത്താവിന്റെ രണ്ടാം വരവാണ്, മൂന്നാമതൊരു വരവില്ല. 1 തെസ്സലോനിക്കർ 4:16 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ് കയറിപ്പോയിട്ട് പിന്നെയും സ്വർഗം തുറന്ന് ഇറങ്ങി വരുമെന്നൊന്നും വ്യാഖ്യാനിക്കരുത്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കേരളത്തിൽ ധാരാളം കേട്ടിട്ടുണ്ട് അനേകരും. അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും കർത്താവിന്റെ രണ്ടാം വരവ് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ മാത്രം നടക്കുന്ന ആ സംഭവത്തെ രണ്ടായിട്ട് വിഭാഗിക്കാൻ പാടില്ല. 2 ഘട്ടങ്ങളുമില്ല, 2 പതനങ്ങൾ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നതെല്ലാം വാസ്തവത്തില് വചനവിരുദ്ധമായിട്ടുള്ള ഉപദേശമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഭയെ തന്നോടുകൂടെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാണ്. പിന്നെ മറ്റൊരു കാര്യം, കർത്താവ് രണ്ടാമത് വരുന്നത് ലോകാവസാനം വരുത്തുവാൻ വേണ്ടിയാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് രണ്ടാമത് വരുന്നത് ലോകാവസാനം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് യെശയ്യാവ് 13-ാം അധ്യായത്തിന്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാവ് 13-ാം അധ്യായത്തിന്റെ 5 മുതൽ ഉള്ള ചില വാക്യങ്ങൾ, 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. ദേശത്തെ ഒക്കെയും നശിപ്പിക്കുവാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. കണ്ടോ, ദേശത്തെയൊക്കെയും നശിപ്പിക്കുവാനായിട്ടാണ് ദൈവമായ കർത്താവ് വരുന്നത്. യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്തു നിന്ന് ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് വരികയാണ്. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കെ കൊണ്ട് മുറയിടുവിൻ. കണ്ടോ, അത് യഹോവയുടെ ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അത് സർവശക്തങ്കൽ നിന്ന് സർവനാശം പോലെ വരുന്നു എന്നാണ് 6-ാം വാക്യം പറയുന്നത്. സർവശക്തനിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും. അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും. അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായി ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ഞാൻ ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തും. അപ്പൊ ഭൂമിയെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിക്കുന്ന ദൈവത്തിന്റെ സന്ദർശന ദിവസമാണ് ഈ രണ്ടാം വരവ്. ആ ദിവസം യഹോവയുടെ ദിവസം ക്രൂരമായിട്ടാണ് വരുന്നത്, ക്രോധത്തോടെ വരികയാണ്, അതികോപത്തോടെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു നാശത്തിന്റെ അവസ്ഥയാണ് ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനിടയായി തീരുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവന്റെ ഉഗ്രകോപത്തിന്റെ നാളിലും ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. അപ്പൊ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും കർത്താവിന്റെ രണ്ടാം വരവ്. അവിടെ യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ജ്യോതിർഗോളങ്ങള്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം ഇരുണ്ടു പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ ഈ ലോകവും ഇതിലുള്ളതെല്ലാം നശിച്ചു പോകും.
അതിനെക്കുറിച്ച് തന്നെയാണ് 2 പത്രോസ് 3:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനം പറയുന്ന അതേ കാര്യമാണ്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അത് മനുഷ്യർ പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അപ്പൊ ഈ കള്ളനെ പോലെ 2 പ്രാവശ്യം വരുന്ന കാര്യമൊന്നുമില്ല. കള്ളനെ പോലെ കർത്താവിന്റെ വരവ് അത് പ്രതീക്ഷിക്കാത്ത സമയത്തെന്നാണ് അതിന്റെ അർത്ഥം. ലോകാവസാനം അതുപോലെ തന്നെ മനുഷ്യർ പ്രതീക്ഷിക്കാത്ത സമയത്താണ്. ഇവിടെ കള്ളനെ പോലെ എന്ന് വരുമ്പോൾ ഈ കർത്താവിന്റെ ദിവസം എങ്ങനെയാണ്? കള്ളനെ പോലെ, കള്ളനെ ഏതാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണോ യഹോവയുടെ ദിവസം? ആ പ്രയോഗത്തിന്റെ അർത്ഥം പ്രതീക്ഷിക്കാത്ത സമയത്തെന്ന് മാത്രമാണ്. അല്ലാതെ ലോകാവസാനം വരുമ്പോൾ എന്തെങ്കിലും അവിടെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാര്യമൊന്നുമില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്നാണ് 2 പത്രോസ് 3:10 കാണുന്നത്. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമി അതിലുള്ള സകല പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെ അഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവർ ആയിരിക്കണമെന്നാണ് തുടർന്ന് പത്രോസ് പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. 2 പത്രോസ് 3:13 അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടിയാണ്. ഈ ലോകത്തിൽ ഒരു വാഴ്ചക്കാലത്തിന് വേണ്ടിയൊന്നും ദൈവമക്കൾ കാത്തിരിക്കേണ്ടതില്ല. നമ്മൾ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാന്ന് അവിടെ പറയുന്നതിന് വിപരീതമായിട്ടൊരു കാത്തിരിപ്പൊന്നും ആവശ്യമില്ല. കർത്താവിന്റെ ദിവസം, കർത്താവിന്റെ വരവ് കള്ളനെ പോലെ സംഭവിക്കും. അപ്പോൾ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോയി, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിഞ്ഞ് വെന്തുരുകി ഭൂമി മുതലുള്ള സകല പണികളും വെന്തുരുകി നശിക്കുന്ന ദിവസമാണ് കർത്താവിന്റെ 2ാം വരവിന്റെ ദിവസം. അതുകൊണ്ട് കർത്താവിന്റെ 2ാം വരവ് ലോകാവസാനം വരുത്തുവാൻ വേണ്ടിയുമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ടും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. അതുകൊണ്ട് കർത്താവിന്റെ 2ാം വരവ് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിവിടെ പല കാര്യങ്ങളും മനസ്സിലാക്കി. അത് പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അതുപോലെ മനുഷ്യർക്കാർക്കും അറിയാൻ പാടില്ലാത്ത സമയത്താണ്. മണവാളം വരുമ്പോൾ താമസിക്കും. പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചതൊക്കെ യഥാസ്ഥാനത്താകുന്ന സമയം എപ്പോഴാണോ അപ്പോഴാണ് കർത്താവ് വരുന്നത്. അത് സഭയുടെ പുനരുത്ഥാനം സംഭവിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. അത് അവസാന ദിവസമാണ് എന്ന് കർത്താവ് വ്യക്തമായിട്ട് 4 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആവർത്തിച്ച് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിന് വിപരീതമായിട്ടാണ് ആളുകളുടെ വിശ്വാസം. അവസാന ദിവസം കർത്താവ് വരുന്നു, സഭയെ പുനരുത്ഥാനം ചെയ്യുന്നു എന്നുള്ളത് അനേകരിന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ സഭയെ തന്നോടുകൂടെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ലോകാവസാനം വരുത്തുവാൻ വേണ്ടിയാണ് വരുന്നത്. ഭൂമിയും ആകാശവും എല്ലാം നശിച്ചു പോകും. ഇനി കർത്താവിന്റെ 2ാം വരവ് ന്യായവിധിക്കായിട്ടാണ് എന്നുള്ള വിഷയം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കുവാൻ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ദൈവം ഇടയാക്കി തീർക്കട്ടെ. അങ്ങനെ കർത്താവിന്റെ 2ാം വരവ് എപ്പോഴാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം അങ്ങനെ പൂർത്തീകരിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.